കൊല്ലത്ത് മോഷ്ടാക്കളായ 2 തമിഴ്നാട് സ്വദേശിനികളെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടികൂടിയ വനിതാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ നാട്ടിലെ താരമായി. കെ.എസ്.ആർ.ടി.സി. ബസിൽ യാത്ര ചെയ്യവേ തന്റെ ബാഗിൽ നിന്നും പണം കവർന്ന സ്ത്രീകളാണ് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എൻ.എസ്.എസ്. താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റുമായ ജലജ സുരേഷ് സാഹസികമായി പിടികൂടിയത്. 10 വർഷമായി പഞ്ചായത്ത് അംഗമാണ് ജലജ. തിങ്കളാഴ്ച ഉച്ചയോടെ 2 മണിക്കാണ് സംഭവം നടന്നത്. പോസ്റ്റ് ഓഫീസ് ആർ.ഡി. ഏജന്റ് കൂടിയായ ജലജ സുരേഷ് കുണ്ടറ പോസ്റ്റ് ഓഫീസിൽ പോയി ബസിൽ മടങ്ങുകയായിരുന്നു. 1:50 പള്ളിമുക്കിൽ നിന്നും പത്തനാപുരത്തേക്കുള്ള കെ.എസ്.ആർ.ടി.സി. ബസിൽ കയറി. കൊട്ടാരക്കര ഇറങ്ങുന്നതിനായി എഴുന്നേറ്റപ്പോൾ ഒപ്പം ഇറങ്ങണം എന്ന വ്യാജേന 2 സ്ത്രീകൾ പിന്നിൽ നിന്ന് തള്ളുകയും ചന്തമുക്കായോ എന്ന് തിരക്കുകയും ചെയ്തു. ഇല്ലെന്ന് പറഞ്ഞതോടെ 2 പേരും സീറ്റിലേക്ക് മടങ്ങി. ബസിൽ നിന്നിറങ്ങിയതോടെ സംശയം തോന്നി ബാഗ് നോക്കിയപ്പോൾ ബാഗിന്റെ സിപ്പ് തുറന്നു കിടക്കുകയായിരുന്നു. പണം നഷ്ടപ്പെട്ടതായും ജലജ മനസ്സിലാക്കിയത്. സമയം കളയാതെ അടുത്ത് കണ്ട ഓട്ടോറിക്ഷയിൽ കയറി ബസിനെ പിന്തുടർന്നു. ചന്തമുക്കിൽ വാഹന തിരക്ക് ആയതിനാൽ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനോട് ജലജ കാര്യം പറഞ്ഞു. ഇതോടെ ഓട്ടോ വേഗം കടത്തിവിട്ട് ഈ സമയം ചന്തമുക്കിൽ ബസ്സിറങ്ങിയ സ്ത്രീകളെ മറ്റൊരു ഓട്ടോയിൽ കയറിയിരുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ നിർത്തിയ ഓട്ടോയിൽ നിന്നും ചാടി ഇറങ്ങിയ ജലജ പോകാൻ തുടങ്ങിയ ഓട്ടോയുടെ ഹാൻഡിൽ പിടിച്ചിട്ട് 2 സ്ത്രീകളെയും പുറത്തിറക്കി. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കെ ഇരുവരെയും സാരിയിൽ പിടിച്ചു നിർത്തുകയായിരുന്നു. ഇതിനിടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന നോട്ടുകെട്ടുകൾ താഴെ വീണ് താങ്കളല്ല മോഷ്ടിച്ചതെന്നും പണം ജലജയുടെ ബാഗിൽ നിന്ന് വീണതായും പറഞ്ഞ് തടി ഊരാൻ സ്ത്രീകൾ ശ്രമിച്ചു. പോലീസ് എത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തമിഴ്നാട് സ്വദേശിയായ സെൽവി 45 വയസ്സ്, മകൾ അദിനി 27 വയസ്സ് എന്നിവരാണ് അറസ്റ്റായത്. ഇരുവരും പല പേരുകളിൽ കറങ്ങി നടന്ന് മോഷണം പതിവാക്കി എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്.